LMRK എന്നുള്ളത് മുരുകവാൻ തന്നെ അദ്ദേഹത്തിൻ്റെ ഡയറക്ഷനിൽ രൂപീകരിക്കപ്പെട്ട ഒരു പ്രസ്ഥാനമാണ്. അതിൻ്റെ ലക്ഷ്യം ഞാൻ എല്ലാ പ്രാവശ്യം പറയുന്നത് പോലെ മുരുകയുഗത്തിലേക്കുള്ള യാത്രയാണ്. മോക്ഷദായകനായ ശ്രീ മുരുകപ്പെരുമാളിൽ നിന്നും നേരിട്ട് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് തൻ്റെ ആത്മീയ ദൗത്യങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന LMRK എന്ന മഹാപ്രസ്ഥാനത്തിൻ്റെ അമരക്കാരൻ, നമ്മളുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ശ്രീ രജിജിയാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. ആദ്യമായി നമുക്ക് രജിജിയെ ഇൻ്റർവ്യൂവിലേക്ക് സ്വാഗതം ചെയ്യാം. ആദരവോടെ രജിജിയെ സ്വാഗതം ചെയ്യുന്നു. നമസ്തേ രജിജി. നമസ്കാരം. ഇന്ന് LMRKയുടെ 7ാം പിറന്നാളാണ്. ഈ 7 എന്ന് പറയുന്ന നമ്പറിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. 7 ഒരു സ്പിരിച്വൽ നമ്പറായിട്ടാണ് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. സോ LMRKയുടെ ഈ 7ാം പിറന്നാൾ ദിനത്തിൽ ലോകമെമ്പാടുമുള്ള മുരുക ഭക്തരോട് ഈ അവസരത്തിൽ രജിജിക്ക് എന്താണ് പറയാനുള്ളത്? LMRK എന്നുള്ളത് മുരുകവാൻ തന്നെ അദ്ദേഹത്തിൻ്റെ ഡയറക്ഷനിൽ രൂപീകരിക്കപ്പെട്ട ഒരു പ്രസ്ഥാനമാണ്. അതിൻ്റെ ലക്ഷ്യം ഞാൻ എല്ലാ പ്രാവശ്യം പറയുന്നത് പോലെ മുരുകയുഗത്തിലേക്കുള്ള യാത്രയാണ്. കുമാരികാണ്ഡം രഹസ്യങ്ങൾ ലോകത്തിന് മുമ്പിൽ എത്തിക്കാനും തമിഴ് സംസ്കാരം ലോകത്തിന് മുമ്പിൽ എത്തിക്കാനും ഭാരതത്തിനെ സൂപ്പർ പവറാക്കാനും വേണ്ടിയുള്ള ദൗത്യങ്ങളാണ് LMRKയുടെ പ്ലാറ്റ്ഫോമിൽ നിന്ന് നമ്മൾ എല്ലാ പ്രാവശ്യവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഇതുവരെ 6 ഡ്യൂട്ടികൾ ചെയ്തു കഴിഞ്ഞു. നമ്മളിപ്പോൾ 7ാം വർഷത്തിലേക്ക് എത്തുകയാണ്. പുതിയ ദൗത്യങ്ങളും പുതിയ ഡയറക്ഷനുകളായിട്ട് ഈ കപ്പൽ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഇവിടെ എൻ്റെ കൂടെ ആ കപ്പലിൽ കയറി എന്നെ സഹായിക്കാൻ തയ്യാറായ ലോകമെമ്പാടുമുള്ള മുരുക ഭക്തർക്ക് ഞാൻ ആദ്യമായി നന്ദി പറയുകയാണ് ഈ സമയത്ത്. എന്താ പറയുക, നമ്മൾ ലോക്കൽ ഭാഷയിൽ അവരെ കട്ടയ്ക്ക് കൂടെ നിൽക്കണവരെ എപ്പോഴും നമ്മൾ സ്നേഹിക്കണം. അത് ആ ഒരു ആദരവ്, ആ ഒരു ബഹുമാനത്തോട് കൂടിയിട്ട് തന്നെ അവരുടെ മുമ്പിൽ ഒരു കൈ കൂപ്പിക്കൊണ്ട് നന്ദി പറയുകയാണ് ഞാൻ ആദ്യമായിട്ട് ഈ ദിവസം ചെയ്യുന്നത്. നമുക്കൊരുമിച്ച് വീണ്ടും ഈ ദൗത്യങ്ങളിലേക്ക് മുന്നോട്ട് പോവാം. രജിജി, അടുത്തതായും എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുള്ള ഒരു ആൻസറാണ്. ഭഗവാനിൽ നിന്നും രജിജിക്ക് നിർദ്ദേശങ്ങൾ ലഭിക്കാറുണ്ട്. അതുപോലെ കോഡ് രൂപത്തിൽ ചില ദർശനങ്ങളും ലഭിക്കാറുണ്ട്. മലകൾ അങ്ങനെ കാണുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ നിർദ്ദേശങ്ങൾ ലഭിക്കുന്നത് വോയിസ് രൂപത്തിലാണോ അതോ ഒരു ഇൻറ്റ്യൂഷനായിട്ട് മനസ്സിൽ കടന്നു വരുന്നതാണോ? ഞാൻ പലവട്ടം പറഞ്ഞ ഉത്തരം തന്നെയാണ്. 2013 വരെ സ്വപ്നത്തിലായിരുന്നു നിർദ്ദേശങ്ങൾ. അതിനുശേഷം ജ്യോതിരൂപത്തിൽ കണ്ടു തുടങ്ങി. ജ്യോതിരൂപത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ നമുക്കൊരു ഫാക്സ് പോലെ നമ്മുടെ ഉള്ളിലേക്ക് മെസ്സേജ് വരും. 2021 ശേഷം അനദർ ഡയമെൻഷനിൽ ചില ആൾക്കാരെ കണ്ടു തുടങ്ങി. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ചുറ്റും കോഡുകൾ ഉണ്ടാവും. ആ കോഡുകൾ ഡീകോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള മെസ്സേജ് കിട്ടും. ഈ യാത്രയിലെ ഒരു എക്സ്പീരിയൻസ് ആയി അത്. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഓരോ ഘട്ടങ്ങൾ എങ്ങനെയാണ് കടന്നു വന്നിട്ട് ഇവിടെ നിൽക്കുന്നത്. തീർച്ചയായിട്ടും. രജിജി, ഈ LMRKയുടെ 7ാം പിറന്നാൾ ദിനത്തിൽ തീർച്ചയായിട്ടും രജിജിയുടെ അടുത്ത് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് കുടുംബത്തിൻ്റെ സപ്പോർട്ട്, മക്കളുടെ സപ്പോർട്ട്. മക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗത്ത് അച്ഛൻ വ്യത്യസ്തമായ ഒരു ആത്മീയ പാത നയിക്കുന്ന ഒരു വ്യക്തിയാണ്, മറുഭാഗത്ത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്, ഒരു ഓതറാണ്. സോ രജിജിയുടെ വൈഫും മക്കളും ഈ യാത്രയിൽ എത്രത്തോളമായിരുന്നു അവരുടെ പങ്ക്, അവരുടെ സപ്പോർട്ട് എങ്ങനെയാണ്? ശരിക്കും ഉറപ്പായിട്ടും നമുക്കൊരു ഫാമിലി മാൻ എന്നുള്ള ലെവലിൽ ഒരു സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ്. മക്കളെ സംബന്ധിച്ച് ആദ്യം പറഞ്ഞ കാര്യമുണ്ടല്ലോ, സ്പിരിച്വൽ, അത് അത്ര ബോധേഡ് ആയിട്ടില്ല. കാരണം അവരെ സംബന്ധിച്ച് ആ ഒരു വിങ് അവർ ശ്രദ്ധിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവിടെ ഞാനൊരിക്കലും ഫാമിലിയിൽ ആ ഒരു വിഷയങ്ങൾ സംസാരിക്കാത്ത കാരണം നമ്മൾ സാധാരണ ഒരാളായിട്ട് നിൽക്കണ കാരണം അവരത്ര അതിനെക്കുറിച്ചിട്ട് ചിന്തിച്ചിട്ടില്ല. മറ്റേ 2 സൈഡ് എന്നുള്ളത് ഒരു ജീവിതത്തിൽ ഒരു ജോലിക്ക് പോകണു, വരുന്നു, കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കണു എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം അവരുടെ സപ്പോർട്ട് ഇതിന് ഏറ്റവും ആവശ്യമാണ്. നമ്മൾ യാത്രകൾ നടത്താൻ പോകണു, ആ യാത്രകൾ പോകുമ്പോൾ എന്തിനാണ് പോകണേന്നുള്ള വൈഫിൻ്റെ ഭാഗത്തു നിന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ യാത്ര സുഖം ഉണ്ടാവില്ല. പിന്നെ അതുമാത്രമല്ല, ഇവിടെ അല്ല ഇപ്പോഴൊന്നുമല്ല, ഇപ്പൊന്നും കുഴപ്പമില്ല. നമ്മളിപ്പോൾ ആൾക്കാരെ അറിയുന്നുണ്ട്, നമ്മൾക്കൊരു ബഹുമാനം കിട്ടുന്നുണ്ട്, നമ്മുടെ പുസ്തകം ധാരാളം പേര് വായിച്ചിട്ട് അഭിപ്രായം പറയുന്നുണ്ട്. ഇതൊന്നും ഇല്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു തുടക്കത്തിൽ. ആ ഒരു യാത്രയിലാണ് ഇത് ഏറ്റവും ആവശ്യമായിരുന്നത്. കാരണം നമ്മുടെ ശമ്പളത്തിൽ നിന്ന് കിട്ടിയ കുറച്ച് കാശ് എടുത്ത് മാറ്റി വെച്ചിട്ടാണ് നമ്മൾ യാത്രകൾ ചെയ്യണത്. ആ യാത്രകൾക്ക് റിസൾട്ട് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അന്ന് അറിയില്ല. നമുക്കൊരു ഭഗവാന്റെ ഒരു ഡയറക്ഷൻ സ്വപ്നത്തിൽ കിട്ടണു, ഇത് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞ് ഇറങ്ങി പുറപ്പെടുമ്പോൾ 2-3 കാര്യമുണ്ട്. ഒന്ന്, വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളൊരു കാലഘട്ടം, അപ്പോൾ അവർ കാശ് ചിലവാക്കി പോകണു, പിന്നെ ലീവ് എടുത്ത് പോകണു,
പിന്നെ ഇത് എന്തിനു പോണു, ഇത്തരം ചോദ്യങ്ങളൊക്കെ സപ്പോർട്ട് അവിടെ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ യാത്രകളൊക്കെ പ്രശ്നമായി പോയേനെ. പക്ഷെ അവിടെ അത് ഉണ്ടായില്ല. സഹായിച്ചിട്ടും വൈഫിൻ്റെ ഒരു വിശാലം മനസ്സ് കൊണ്ടും അതുണ്ടായില്ല. കാരണം അവർ നമ്മുടെ കൂടെ നിന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ തന്നെയാണ് എൻ്റെ ഭാര്യ. തീർച്ചയായിട്ടും ഈ അവസരത്തിൽ ഈ 7ാം പിറന്നാൾ ദിനത്തിൽ രജിജിയുടെ കുടുംബത്തിനും നമ്മളെല്ലാവരും സ്പെഷ്യലായിട്ട് നന്ദി പറയുകയാണ്. അല്ല, അതൊരു പ്രധാനപ്പെട്ട കാര്യം. അത് ഇല്ലെങ്കിൽ അന്തരീക്ഷം തന്നെ മാറും. നമ്മളിപ്പോൾ പോകുമ്പോൾ എന്തിനു പോകണു, ഇത്ര ദിവസം എന്തിനു പോയി നിൽക്കണു, അതിൻ്റെ ആവശ്യം എന്താ, ഇത് ചെയ്തിട്ട് എന്താണ് ഗുണം, ആ ചോദ്യങ്ങളൊക്കെ വന്ന് അന്നൊന്നുമില്ല. ഗുണമുണ്ടോ ഇല്ലയോ ഒന്നും ഇല്ലല്ലോ. നമ്മളിങ്ങനെ ഇറങ്ങി പുറപ്പെടുകയാണ്, നമുക്ക് ഭഗവാൻ ഡ്യൂട്ടി തന്നു പറഞ്ഞു. ഓട്ടോമാറ്റിക്കലി പലരും പറയാനും ഉണ്ടാവുമല്ലോ, ഇത് ആവശ്യമില്ലാത്ത യാത്രയാണ്, ഇത് സന്യാസിയാവാൻ പോവുകയാണോ. ഇപ്പോൾ 2005 അന്നാണ് ഞാൻ 2005, ഇപ്പോൾ ഒരു 20 കൊല്ലമാവണം. 2004 തൊട്ടാണ് നമ്മുടെ യാത്ര തുടങ്ങിയത്. ഞാൻ കല്യാണം കഴിഞ്ഞ ശേഷമാണ് എൻ്റെ ഈ യാത്രകളൊക്കെ ആരംഭിച്ചിട്ടുള്ളത്. കല്യാണത്തിന് മുമ്പ് ഉണ്ടായത് 2 കാര്യമുള്ളൂ. ഒന്നാം സ്വപ്നത്തിൽ 30 വയസ്സിന് ശേഷം നീ എൻ്റെ സംരക്ഷണത്തിലായിരിക്കുന്നു മൃഗഭവൻ പറഞ്ഞത്. അത് 28ാമത്തെ വയസ്സിലാണ്. 30ാമത്തെ വയസ്സിലാണ് എൻ്റെ കല്യാണം നടക്കുന്നത്. ഈ കല്യാണത്തിൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ടാണ് ഭഗവാൻ കുട്ടി രൂപത്തിൽ വന്നിട്ട് മന്ത്രിച്ചത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കല്യാണത്തിന് ശേഷമാണ് ഇത് എല്ലാം എനിക്ക് ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ വൈഫ് ഞാൻ ഒരു സാധാരണ ജോലിക്കാരൻ്റെ ഭാര്യ എന്നുള്ള ലെവലിലാണല്ലോ വരുന്നത്. അവിടെ ഉള്ളത് പിന്നെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ സിനിമയ്ക്ക് ട്രൈ ചെയ്യുന്ന ഒരാളും കൂടി. അതാണ് ഒരു എഴുത്തുകാരൻ എന്നുള്ള അത്രേ ഉള്ളൂ. പക്ഷെ അതിപ്പോൾ ആവുന്നൊന്നുമുള്ളൊരു വിശ്വാസമൊന്നും വൈഫിനുണ്ടായിരുന്നില്ല. നമ്മുടെ ശ്രമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവിടെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2005 ഞാൻ ഭഗവാന്റെ ഡയറക്ഷനിൽ പഴനിയിലേക്ക് വരുന്നു. 2ാമത്തെ വിഗ്രഹത്തിനെ കുറിച്ച് സംസാരിക്കുന്നു. 18 ദിവസം ഞാൻ അവിടെ വ്രതം ഇരിക്കുകയാണ്, 21 ദിവസം. അപ്പോൾ ആ 21 ദിവസം ലീവ് എടുത്തിട്ട് 18 ദിവസമാണ് ഞാൻ ഇരുന്നത്. ആ സമയത്താണ് ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇതിനെക്കുറിച്ച് അറിയണത്. ഞാൻ ലീവ് എടുത്ത് പഴനിയിൽ സന്യസിക്കാൻ പോയി എന്നുള്ള രീതിയിലാണ് ആ സംസാരം മാറി തുടങ്ങി. തുടക്കത്തിലല്ല, മെല്ലെ മെല്ലെ ഓരോ ദിവസം കഴിയുന്നതോറും. അപ്പോൾ ഓട്ടോമാറ്റിക് അത്ര സംസാരം വരുമ്പോൾ പലരും പറഞ്ഞിട്ടുണ്ടാവും, ഇത് സൂക്ഷിച്ചോട്ടാ, ആള് ചിലപ്പോൾ സന്യസിക്കാൻ പോകും. കല്യാണം കഴിഞ്ഞിട്ട് ആകെ 2 വർഷമൊക്കെ ആയിട്ടുള്ളൂ. ആ സമയത്തും അതൊന്നും ആള് വില വെച്ചില്ല. അതിനെക്കുറിച്ച് ചോദിച്ചില്ല എന്നോട് ചോദിച്ചിട്ടില്ല, സന്യസിക്കാൻ പോകുന്നത് എന്നോട് ചോദിച്ചിട്ടില്ല. പക്ഷെ അങ്ങനെ സംസാരം ഓട്ടോമാറ്റിക്കായി നടന്നു പലരും പറഞ്ഞു. കാരണം അത് ആരും കുറ്റം പറയാൻ പറ്റില്ല, കണ്ട രീതികളൊക്കെ അതായിരുന്നല്ലോ. കാരണം അവരൊരു വ്യവസ്ഥാപിത രീതി ഉണ്ടല്ലോ. സ്പിരിച്വലിൽ കൂടുതൽ പോയി അയാൾ സന്യാസിയാവും, അയാൾക്ക് പിന്നെ കുടുംബം നോക്കില്ല, കുടുംബത്തിൽ നിന്ന് വിട്ടുപോകും എന്നുള്ള പലതും കണ്ട് പരിചയിച്ച രീതിയിലാണ് അങ്ങനത്തെ ഒരു ചർച്ചകൾ വരുന്നത്. ആ ചർച്ചകൾ നമ്മളെ ബാധിക്കാതിരുന്നത്, ചർച്ചകൾ നടന്നോട്ടെ, പക്ഷെ അത് എന്നെ ബാധിക്കാതിരിക്കാനൊരു കാരണം വൈഫിൻ്റെ ഒരു നിലപാടാണ്. ഇല്ലെങ്കിൽ അത് എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം, വിവാഹത്തിന് തൊട്ട് മുമ്പാണ് രജിജിക്ക് സ്വപ്ന ദർശനം ലഭിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഇക്കാര്യം വൈഫുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു? ഇല്ലില്ല, അത് ഷെയർ ചെയ്തിട്ടില്ല. ഏത് ഘട്ടത്തിലാണ് ആദ്യമായിട്ട് വൈഫിനോട് ഇങ്ങനെ ഒരു സ്വപ്ന ദർശനത്തെ പറ്റി വെളിപ്പെടുത്തുന്നത്? അപ്പോൾ അധ്യാപിക കൂടിയായ ഭാര്യ ആ സമയത്ത് എങ്ങനെയാണ് അതിനോട് പ്രതികരിച്ചത്? എൻ്റെ 2005 ഞാൻ ആദ്യമായിട്ട് വൈഫിനോട് ആ 18 ദിവസം ലീവ് എടുത്ത് വരുന്നുണ്ടല്ലോ, ആ സമയത്താണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്, ലീവ് എടുക്കുകയാണ്, ഇങ്ങനെ സ്വപ്നം കണ്ടു, ഞാൻ കമ്മീഷണർ പോയി കണ്ടു, അതേപോലെ ഉണ്ട്, ഇങ്ങനെ പോവാന്ന്. അപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോഴും ഞാനത് സീരിയസ് അല്ല. എന്നെ സംബന്ധിച്ച് സിനിമയിൽ ഞാൻ തിരക്കഥാകൃത്താവണം. ഭഗവാൻ ഒരു കാര്യം ഏൽപ്പിച്ചപ്പോൾ അത് ഞാൻ നന്നായി നടത്തി കഴിഞ്ഞാൽ എനിക്ക് അപ്പുറത്ത് ഭഗവാന്റെ അനുഗ്രഹത്തിൽ ഈ കാര്യങ്ങൾ നടക്കും. അത്രേ എൻ്റെ ഉദ്ദേശമുള്ളൂ. ഈ സ്പിരിച്വാലിറ്റിയുടെ ആ ഗഹനമായ കാര്യങ്ങളെ കുറിച്ചൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. എൻ്റെ ലക്ഷ്യം ഇതാണ്. അപ്പോൾ ഭഗവാൻ ഒരു കാര്യം ഏൽപ്പിച്ചിരിക്കണം, അത് ഞാൻ ഡീസൻ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഭഗവാന്റെ അനുഗ്രഹത്തിൽ എൻ്റെ ഈ കാര്യങ്ങൾ ശരിയാവും. അതാണ്. അപ്പോൾ ഒരു അനുഗ്രഹം കിട്ടാനുള്ള ഒരു വഴി ഭഗവാൻ കാണിച്ചു തന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ഗൗരവം അതൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് അത്ര ലാഘവത്തോടു കൂടിയാണ് വൈഫിനോട് പറയുന്നത്, വൈഫ് ലാഘവത്തോട് തന്നെ എടുക്കുന്നത്. പക്ഷെ ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് ഈ 18 ദിവസത്തിലാണ് ഇത്തരം ചർച്ചകളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നത്. അവിടെ എന്നെ നേരത്തെ പറഞ്ഞ പോലെ ബാധിക്കാതിരിക്കാനുള്ളൊരു കാരണം എൻ്റെ അമ്മയുടെയും വൈഫിൻ്റെയും സപ്പോർട്ടാണ്. കാരണം അവരെന്നോട് ഇതിനെക്കുറിച്ച് ഒന്നും ചോദിച്ചില്ല. അതായത് ഇപ്പോൾ അങ്ങനെയല്ല, ഒന്നും ചോദിച്ചില്ല. അപ്പോൾ എനിക്ക് ആ ഒരു വിഷയം വന്നില്ല. പിന്നെ എൻ്റെ ഏറ്റവും ചില കൂട്ടുകാരുടെ സപ്പോർട്ട്, അവരൊക്കെ മുഖാന്തരമാണ് ഇത്ര ചർച്ചകൾ നടക്കണമെന്നൊക്കെ അറിഞ്ഞത്. പക്ഷേ അതൊന്നും ബാധിച്ചില്ല. അതിന് കാരണം ഞാൻ പറയുന്നത് എൻ്റെ അമ്മയുടെ സപ്പോർട്ടും ആ സമയത്തുള്ള എൻ്റെ വൈഫിൻ്റെ സപ്പോർട്ടായിരുന്നു. അപ്പോൾ ആ ഒരു
എന്താ പറയുക, ആ ഒരു സ്നേഹവും ആ ഒരു കരുതലും ഉണ്ടായതുകൊണ്ടാണ് എനിക്ക് മുന്നോട്ട് വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞത്. അടുത്ത ചോദ്യം, സിനിമാ പ്രേമിയായ രജിജിയെ നമുക്ക് ഈ ബുക്കിൻ്റെ ആദ്യ ഭാഗങ്ങളിലെല്ലാം വളരെ രസകരമായിട്ട് വിവരിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. ഒരു തിരക്കഥാകൃത്താകണമെന്ന ശക്തമായ മോഹം മനസ്സിൽ കൊണ്ടുവരുന്നുണ്ട് രജിജി. ഒരു ഘട്ടത്തിൽ ഭഗവാന്റെ സ്വപ്നദർശനം ലഭിച്ചപ്പോൾ 30 വയസ്സിന് ശേഷം നീ എൻ്റെ സംരക്ഷണയിലായിരിക്കുമെന്ന് പറയുമ്പോൾ രജിജി സ്വപ്നം കാണുന്നത് ലോകമറിയപ്പെടുന്ന ഒരു തിരക്കഥാകൃത്തായിട്ട് രജിജി ഭഗവാന്റെ അനുഗ്രഹത്താൽ മാറുമെന്നുള്ളതായിരുന്നു. എന്നാൽ വർഷങ്ങൾക്കിപ്പുറം രജിജിയുടെ യഥാർത്ഥ നിയോഗം അതിനേക്കാളെല്ലാം മഹത്തരമായ ഒരു നിയോഗമായിരുന്നു LMRK എന്ന മഹാപ്രസ്ഥാനം രൂപീകരിക്കുക എന്നുള്ളതാണ്. ഇന്ന് 2024 എത്തി നിൽക്കുമ്പോൾ രജിജിയുടെ സ്വന്തം ജീവിതം തന്നെ ഒരു മനോഹരമായ സ്പിരിച്വൽ ത്രില്ലറിൻ്റെ തിരക്കഥയാണ്. ഈ സമയത്ത് നമ്മുടെ രജിജിയുടെ ലൈഫ് ഒരു സിനിമയായി കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആൾ നമ്മളെല്ലാവരും, LMRKയിലെ എല്ലാ അംഗങ്ങളും, ലോകമെമ്പാടുമുള്ള മുരുക ഭക്തർ. എൻ്റെ ചോദ്യം, അത്തരത്തിലൊരു സിനിമ സംഭവിക്കുകയാണെങ്കിൽ രജിജിക്ക് ഇന്ത്യൻ സിനിമയിൽ ഏത് ആക്ടറായിരിക്കും രജിജിയുടെ സ്വന്തം റോൾ പ്ലേ ചെയ്യാനായിട്ട് പേഴ്സണലി ഇഷ്ടപ്പെടുന്നത്? ഒരു പേഴ്സണൽ ക്വസ്റ്റ്യനാണ്. അയ്യോ, അതേക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല. കാരണം രണ്ട് കാര്യങ്ങളും ഇപ്പം എൻ്റെ ഈ ബുക്ക് ഇങ്ങനൊരു രീതിയിൽ വരാൻ കാരണം എൻ്റെ ഒരു സിനിമ കണക്ഷൻ ഉള്ളതല്ല. കാരണം ആ ബുക്ക് വായിക്കണവർക്ക് അറിയാം. കാരണം നമ്മൾ ഒരു എഴുത്തുകാരെന്നുള്ളത് സിനിമ തിരക്കഥാകൃത്ത് എന്ന രീതിയിൽ എഴുതുമ്പോൾ എപ്പോഴും നമ്മൾ വിഷ്വലിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കും. വേറൊരാൾക്കുള്ള കാഴ്ചകൾക്ക് ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ടാണ് ആ എഴുത്തുകാരൻ എഴുതുക. കാരണം ഇത് വായിക്കുന്ന ആൾ ഇന്നൊരു കാഴ്ചകൾ കാണണം പറ്റും. അതിൻ്റെ ഒരു അതിൻ്റെ ഒരു രീതിയുണ്ട്, ഒരു സ്റ്റൈലുണ്ട്. ആ രീതിയിലാണ് എൻ്റെ ഈ പുസ്തകം വരാൻ കഴിയുന്നത്. ഇപ്പം ഞാൻ ഒരു എഴുത്തുകാരനായിരുന്നില്ലെങ്കിൽ ഇത് വേറെ രീതിയിലായിരുന്നു വന്നേനെ. അപ്പോൾ ആ സാഹചര്യത്തിൽ അങ്ങനെ വന്നു. ഈ കഥയുടെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു സിനിമയിലേക്ക് എത്തുക, അദ്ദേഹം തീരുമാനിക്കട്ടെ, ആ സമയത്ത് ആലോചിക്കാന്നുള്ളൂ. തീർച്ചയായിട്ടും. രജിജി, എൻ്റെ അടുത്ത ചോദ്യം, 18 ദിവസം ഭഗവാന്റെ ഡയറക്ഷനിൽ പഴനിയിൽ രജിജി ഒരു മെഡിറ്റേഷന് വേണ്ടി പോയിരുന്നു. അന്നത്തെ ആ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? അത് രസമായിട്ടുള്ള കാര്യമായിരുന്നു. കാരണം നമ്മൾ ഭഗവാന്റെ ഡയറക്ഷനിൽ ഇവിടെ നിന്ന് കമ്മീഷണറോട് പറയണു, കമ്മീഷണർ അത് ഗൗരവമായിട്ട് എടുക്കണു. പരപ്പനാങ്ങാട് ഉണ്ണികൃഷ്ണൻ പണിക്കർ എന്ന പ്രഗത്ഭനായ ജ്യോതിഷൻ്റെ അടുത്ത് കൊണ്ടുപോകുന്നു. അദ്ദേഹം പ്രശ്നം വെച്ചിട്ട് എന്നോട് 21 ദിവസം ഇരിക്കാനാണ് പറഞ്ഞത്. 18-ാം ദിവസം ഭഗവാന്റെ ഡയറക്ഷനിൽ ഞാൻ തിരിച്ചു വരിക ചെയ്തത്. 21 ദിവസം ഇരിക്കാൻ പറഞ്ഞു. ഞാൻ 21 ദിവസം ലീവ് കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ പക്ഷേ ഓഫീസിൽ അപ്ലൈ ചെയ്തപ്പോൾ 21 ദിവസം ലീവ് കിട്ടി. ഞാൻ ഇവിടെ വന്നപ്പോൾ ആരോടും പറയരുത് എന്നുള്ള ഒരു ഡയറക്ഷൻ ഉണ്ടായിരുന്നു. കാരണം ഇത് രഹസ്യമായിട്ട് ഇരിക്കണം എന്നുള്ള കമ്മീഷണറുടെ ഡയറക്ഷൻ ആയിരുന്നു. അദ്ദേഹത്തിന് PA കാളിയപ്പൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഞാൻ കാളിയപ്പൻ അണ്ണൻ എന്നാണ് വിളിക്കാറ്. അദ്ദേഹത്തിനും ഉണ്ടായിരുന്നു, ഡയറക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് അന്ന് അത്ര ആൾക്കാരൊന്നും അറിയില്ല, ഇവിടെ ആരെയും അറിയില്ല. ഞാൻ ശരിക്കും പറയുക ഒരാളെയും ഒരു പരിചയമില്ല. ഒരു മഹാലിംഗം എന്ന് പറഞ്ഞ ഒരാളെ മാത്രമാണ് എനിക്ക് അന്ന് പരിചയമുള്ളത്. ഇവരെനിക്ക് ദേവസ്വംകാരെന്ന് ഒരു റൂം തന്നു, ദണ്ഡപാണി നിലയത്തിൽ 51 അങ്ങനെ ഒരു നമ്പറാണ്, ആൾക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഇപ്പോൾ ആ നമ്പർ ഫ്രീ ആയിട്ട് തന്നു, താമസിച്ചോളാൻ പറഞ്ഞിട്ട്. ഞാൻ കാലത്ത് എനിക്ക് കുളിച്ച് ഒരു 6:15 പഴനിമല കയറും. ഇപ്പോൾ എത്ര കൊല്ലം, 20 കൊല്ലമാകാൻ പോവാണ്. പോയി മുകളിലെത്തുമ്പോൾ അവിടുത്തെ എല്ലാ സൂപ്രണ്ടുമാരോടും പേഷ്കാർ സൂപ്രണ്ട് അങ്ങനെ 2 ഉദ്യോഗസ്ഥരാണ് മുകളിൽ ഉണ്ടാവുക. അവരോടൊക്കെ കമ്മീഷണർ ഓർഡർ ഉണ്ട്. ഞാൻ എപ്പോൾ വന്നാലും എന്നെ ഉള്ളിൽ കയറി ഇരുന്നോട്ടെ, തൊഴുതോട്ടെ, ഇഷ്ടമുള്ളപ്പോൾ വെളിയിൽ വന്നോട്ടെ, ഇഷ്ടമുള്ളപ്പോൾ ഉള്ളിൽ കയറിയോട്ടെ. ആരും ഒന്നും തടയാനോ ചോദിക്കാനോ പാടില്ല. ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്താ കാര്യം എന്ന് അവരോട് പറയണൂല്ലേ. അന്നത്തെ കമ്മീഷണർ സുന്ദരൻ എന്ന് പറഞ്ഞ ആളാണ്. ഭയങ്കര പേടി എല്ലാവർക്കും. അകലേന്ന് വരുമ്പോഴേക്കും എല്ലാവരും പേടിച്ച് ഒരു സൈഡിലൊക്കെ പോയി നിൽക്കുന്നത് ഞാൻ കാണാറുണ്ട്. അത്രയും ഒരു ഭയങ്കര പവർഫുള്ളായ ഒരാളായിരുന്നു. അപ്പോൾ ഞാനിവിടെ കാലത്ത് മല കയറിയിട്ട് നേരെ കാലത്ത് തന്നെ ഒരു 3 അഭിഷേകമുണ്ട്. ആ അഭിഷേകത്തിൽ കയറിയിരിക്കും. അപ്പോൾ ഇവരൊന്നും മിണ്ടില്ല, കയറിയിരിക്കും. അഭിഷേകം കഴിഞ്ഞാൽ പുറത്ത് വന്നിട്ട് സൈഡിലിരിക്കുമ്പോൾ അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ കണ്ടു ഭഗവാന്റെ കഥകളൊക്കെ അങ്ങനെ മനസ്സിലാലോചിച്ചിരിക്കും. അന്ന് മൊബൈൽ ഫോൺ പരിപാടികളൊന്നും നോക്കിയിരിക്കാൻ പറ്റാത്ത തന്നെ അങ്ങനെ നോക്കിയിരിക്കും. പഴനിമലയുടെ ചരിത്രങ്ങൾ ഇങ്ങനെ ആലോചിക്കും. അവിടെ പൂജാരിമാരും അവരെ സഹായിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവരൊരു പരിപാടി കഴിഞ്ഞാൽ അവർ കുറച്ച് നേരം വിശ്രമിച്ച് അവിടെ വന്നിരിക്കുന്നുണ്ടാവും. അവരൊക്കെ വന്നിരിക്കും ഇടയ്ക്ക്. അപ്പോൾ എന്നോട് പേര് ചോദിക്കും, കാര്യങ്ങൾ ചോദിക്കും, ഞാൻ അവരുടെ പേര് ചോദിക്കും. അപ്പോൾ പിന്നെ അവിടേക്ക് തൊഴാൻ വരുന്ന ആൾക്കാരുടെ, നമുക്കൊരു എഴുത്തുകാരെന്നുള്ള ലെവലിൽ എല്ലാവരുടെ ഒരാളെ കാണുമ്പോൾ അവരുടെ മാനറിസങ്ങൾ, അവരുടെ സ്റ്റൈലുകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കും. അത് തൊഴാൻ വരുന്നവരുടെ രീതികൾ, അവരെന്തൊക്കെയാണ് കൊണ്ടുവരേണ്ടത്, അതൊക്കെ വെറുതെ അങ്ങനെ ആലോചിക്കും. അപ്പോൾ അങ്ങനെ മനസ്സിലാലോചിക്കും, ഇവരിപ്പോൾ കാലത്ത്
5 മണിക്ക് വീട്ടിൽ നിന്ന് പുറപ്പെട്ടുണ്ടാവും. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങൾ തലേദിവസം തുടങ്ങിയിട്ടുണ്ടാവും. ഇങ്ങനെ വെറുതെ അങ്ങനെ ഇരുന്ന് ഓരോരുത്തരെ കുറിച്ചിട്ട് ഇങ്ങനെ ആലോചിക്കും. അവർ പോവും, അടുത്ത അഭിഷേകമാകുമ്പോൾ വീണ്ടും കയറിയിരിക്കും, വീണ്ടും പുറത്തു വന്നിരിക്കും, ഭഗവാന്റെ കഥകൾ അവിടെ പടം വരച്ചിട്ടൊക്കെ ആ പടങ്ങളുടെ അടുത്ത് പോയിരിക്കും. ഇങ്ങനെ തൊട്ട് വൈകുന്നേരം ഉച്ചയാകുമ്പോൾ അവിടെ പോയി ഭക്ഷണം കഴിക്കും, ക്യാൻറ്റീൻ ഉണ്ടാവും. ഭക്ഷണം കഴിച്ചിട്ട് വീണ്ടും വന്നിരിക്കും. രാത്രി നട അടയ്ക്കണ വരെ ഞാൻ പൈനുമളുടെ മുകളിലിരിക്കും. എന്നിട്ട് എല്ലാ അഭിഷേകവും കാണും. തിരിച്ച് ഇറങ്ങും, വന്ന് താഴത്തുനിന്ന് കുളിച്ച് ഫ്രഷായി കുറച്ച് നേരം അവിടെ പോയി താഴത്ത് പഴനിമല നോക്കിയിരിക്കും. അടുത്ത ദിവസം ഇതേ റിപ്പീറ്റ് ആവും. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ വീടിൻ്റെ അടുത്തൊരു പ്രഭേട്ടൻ ഉണ്ട് ഇവിടെ പഴനിയിൽ താമസം. അപ്പോൾ നാട്ടിൽ ഈ ചർച്ചകൾ വന്നപ്പോൾ ആരോ പ്രഭേട്ടനെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ തിരൂരിൽ നിന്ന് ഒരാൾ വന്നു. ആളെന്നെ തപ്പി വന്നു. അത് കഴിഞ്ഞപ്പോൾ ആളിന്ന് രാത്രി വരും. ഞാൻ ഒരു 9-10 മണിയാകുമ്പോൾ ആൾ വരും. ഇങ്ങനെ ഞങ്ങളിരുന്നിട്ട് അപ്പോൾ അദ്ദേഹം കുറച്ച് സ്പിരിച്വലായ കാരണം പഴനിമലയുടെ കുറേ കാര്യങ്ങളൊക്കെ ആൾക്കറിയാം. അന്ന് എനിക്കൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ആളിത് പറഞ്ഞു തരും, ഞാൻ അവിടെ ഇരുന്ന് കേൾക്കും. ഒരു 12-1 മണി വരെ ആളവിടെ വന്നിരിക്കും. എന്നിട്ട് സംസാരിച്ച് ആൾ പോവും. അടുത്ത ദിവസം തന്നെ റിപ്പീറ്റ്. ഒരു 18 ദിവസം. എനിക്ക് തോന്നുന്നത് ആധുനിക ചരിത്രത്തിലൊന്നും ഒരാൾക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ടാവില്ല. കാലത്തോട്ട് പഴനിമല മുരുകഭവൻ്റെ മുമ്പിലിരുന്ന് വൈകുന്നേരം വരെ അവിടുത്തെ ജോലിക്കാർക്കല്ലാത്ത ഒരാൾക്ക്, ഈ പൂജാരിമാർക്കല്ലാത്ത ഒരാൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. കാരണം കാലത്തോട്ട് വൈകുന്നേരം വരെ എല്ലാ അഭിഷേകവും കണ്ട് അതിന് പഴനിമലൻ്റെ മുമ്പിലിരുന്ന് തൊഴുക എന്നുള്ളൊരു അപൂർവ ഭാഗ്യം എനിക്ക് അന്ന് കിട്ടിയിരുന്നു. അത് ഞാൻ അതിൻ്റെ ഒരു എല്ലാ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്ന് അത് ആസ്വദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിലത്തെ ഓരോ അംശവും അവിടെ വരുന്ന ആൾക്കാരെ കുറിച്ച്, അവരുടെ രീതികൾ, ചരിത്രങ്ങൾ, പിന്നെ ഇദ്ദേഹം പ്രഭേട്ടൻ്റെ വരവ്, അപ്പം പഴനിമലയുടെ ചരിത്രങ്ങൾ, അദ്ദേഹത്തിന് അറിയണ കഥകൾ, ഇതൊക്കെ കേട്ടുള്ള ഒരു ഭയങ്കര ഇതായിരുന്നു. അതിൻ്റെ ഇടയിലൊരു എൻ്റെ രണ്ട് സുഹൃത്തുക്കളുണ്ട്. അവരുടെ നാരായണൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ ബുക്കിൽ എഴുതിയിട്ട് ആൾ വന്നിട്ട് ഒരു 5 ദിവസം എൻ്റെ കൂടെ വന്ന് താമസിച്ചു. ആൾ മോളിക്കൊന്നും വലിയ ആൾ വന്ന് താമസിച്ച്. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം പിന്നെ ആളായിട്ട് ചർച്ച ചെയ്യും പ്രഭേട്ടൻ വരുമ്പോൾ. പിന്നെ ലാലും ഉണ്ട്. ലാലു വന്നു, കുറച്ച് ദിവസം താമസിച്ചു. അങ്ങനെ ഒരു 4-5 ദിവസം. അങ്ങനെ ഒരു 18 ദിവസം ശരിക്കൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അത് വളരെ ഇന്നാലോചിക്കുമ്പോഴും അതിൻ്റെ ആ ഒരു ഡെപ്തും അതിൻ്റെ ഒരു ഫീലിങ്ങും ശരിക്കും ആലോചിക്കാറുണ്ട്. ഞാൻ അതേപോലെ അന്ന് ഞാൻ 18 ദിവസം കൊല്ലം അല്ല ഈ ദിവസം കാര്യങ്ങൾ സംസാരിക്കാൻ കമ്മീഷണർ പോകണ മുമ്പ് ഇവിടെ ഒരു മ്യൂസിയത്തിൽ പോയിട്ടാണ് ഞാൻ ആ കഥ അറിഞ്ഞത്. ഞാൻ ബുക്കിൽ എഴുതിയിട്ടുണ്ട്. ഞാനൊരു 2022 യാഗത്തിൻ്റെ സമയത്ത് ഇതേപോലെ ഒരു 3 ദിവസം അവിടെ വന്നിരുന്നു. അപ്പം ഞാൻ മ്യൂസിയത്തിൽ പോയിട്ട് ഇങ്ങനെ, അപ്പം അവരൊന്നും ഇല്ല, അവരൊക്കെ റിട്ടയർ ആയി പോയിട്ടുണ്ടാവും. അന്ന് 10-50 വയസ്സിൽ 68-70 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അവിടെയുള്ള ആൾക്ക്. ആരും പരിചയമില്ല. പക്ഷേ ഉള്ളിലൊക്കെ പോയി നിന്ന് ഞാൻ പുറത്ത് വന്നിട്ട് അവിടെ ഇരുന്നപ്പോൾ ഞാൻ സ്വയം സങ്കല്പിച്ചു 18 കൊല്ലം മുമ്പ് ഞാൻ ഒന്നും അറിയാത്ത ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഗേറ്റ് കടന്ന് വരുന്നത് ഒരു കാഴ്ചകളൊന്ന് സ്വയം സങ്കല്പിച്ച് അങ്ങനെ ഇരുന്ന ഒരു ഇതുണ്ട്. അപ്പോൾ ആ ഓർമ്മകൾക്ക് ഇപ്പോഴും അതിൻ്റെ ഏറ്റവും ഭംഗിയായിട്ട് തന്നെ ഉണ്ട്, മനസ്സിലുണ്ട്. രജിജി 18 ദിവസത്തെ പഴനിയിലെ മെഡിറ്റേഷൻ കഴിഞ്ഞ് തിരിച്ച് നാട്ടിൽ വരുന്നു. നാട്ടിൽ വരുമ്പോൾ നമ്മുടെ നാട്ടുകാരുടെ എല്ലാവരുടെയും പ്രതികരണം അത് എങ്ങനെയായിരുന്നു? സാധാരണ ഈ ചർച്ചകൾ നടന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ, ഓട്ടോമാറ്റിക്കായിട്ട്. അതിൽ പലരും പല രീതിയിൽ അവരുടെ കാഴ്ചപ്പാടുകളും അവരുടെ അറിവ് അനുസരിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ മെയിൻ പ്രധാനം സന്യാസിയായി പോവാണെന്നായിരുന്നു. പക്ഷെ നമ്മുടെ ലാലുവിനെ പോലത്തെ ഒക്കെ വളരെ അടുത്ത ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഒരിക്കലും അത് ഉണ്ടാവില്ല എന്ന് പറയാം. കാരണം നമ്മുടെ സ്വഭാവം അറിയാം, എങ്ങനെ പോയാലാവില്ല എന്ന്. അപ്പോൾ അതുകൊണ്ടാവും. അപ്പോൾ അവരൊക്കെ ഒരിക്കലും ആവില്ല എന്ന് പറഞ്ഞ ആൾക്കാരുണ്ടായിരുന്നു. കാരണം ഒരുമിച്ച് കളിച്ച് നടക്കണവർക്കെല്ലാം ഓരോരുത്തരുടെ സ്വഭാവം അറിയാമെന്ന് പറഞ്ഞ പോലെ അവനറിയാം ഞാൻ എന്ത് പോയാലും ആവില്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. ലാലിനെ പോലുള്ള ആൾക്കാർ, വേണു ഒക്കെ ആൾക്കാർ, നാരായണൻ ഒക്കെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്ന് അടുത്ത ദിവസം കൊണ്ട് ഞാൻ ജോലിക്ക് പോയി. ജീൻസ് ഇട്ട് അല്ലെങ്കിൽ മറ്റേ പാൻറ്റ് ഇട്ട് ജോലിക്ക്, ടീഷർട്ട് ഇട്ട് ജോലിക്ക് പോകണം. 2 ദിവസം 3 ദിവസം 4 ദിവസം കാണുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാവുക ഇവൻ സന്യാസിയാകാൻ പോകണമെന്നില്ല ഉള്ളൊരു ധാരണ തിരിച്ച് വന്നു. കാരണം നമ്മൾ സാധാരണ വന്ന് അടുത്ത ദിവസം ജോലിക്ക് പോകണു, ബസ് കയറാം. അന്ന് വണ്ടിയൊന്നുമില്ല, ബസ് സ്റ്റോപ്പിൽ പോയി നിൽക്കണു, ബസ് കയറണു, ജോലിക്ക് പോകണു, തിരിച്ച് വരുന്നു. വൈകുന്നേരം ഞങ്ങളവിടെ TCC ക്രിക്കറ്റ് ക്ലബ്ബുണ്ട്, അത് സൈക്കിളെടുത്ത് പോകണു, ക്രിക്കറ്റ് കളിക്കാൻ പോകണു. ഇതൊരു 4 ദിവസം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ആ ചർച്ചകൾ ഇല്ലാണ്ടായി പോയല്ല. അങ്ങനെ അത് അങ്ങോട്ട് ഇല്ലാണ്ടായിപ്പോയി. പക്ഷെ പിന്നെയും പിന്നെ ഈ ചർച്ചകളൊക്കെ വന്നത് കാരണം എൻ്റെ യാത്രയുടെ തുടക്കം ഓടെ ആയിട്ടുള്ളൂ. പിന്നെ അവിടുന്ന് യാത്രകൾ തന്നെയായിരുന്നു.
ഒരുപാട് മലകളും കാടുകളും ഒക്കെ യാത്രകളായിരുന്നു. പക്ഷെ ആ ചർച്ചകൾ പിന്നെ ഉണ്ടായില്ല. അതിനൊരു കാരണം ഭഗവാന്റെ ഡയറക്ഷൻ ഞാൻ അത് ആരോടും പറയാൻ പോയില്ല. നമ്മളിത് വേറെ ആൾക്കാരുടെ അടുത്ത് പോയി എനിക്കുണ്ടായ അനുഭവങ്ങൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളല്ലാണ്ട് വേറെ അടുത്ത് പറയാൻ പോയില്ല. നമ്മളിത് പറയാൻ പോയാലാണ് അവരുടെ വിവരവും അവരുടെ അറിവും വെച്ചിട്ട് അതിനെ അനലൈസ് ചെയ്തിട്ട് പുതിയ ചർച്ചകൾക്ക് തുടക്കം കുറിക്കുള്ളൂ. അത്രയൊരു സംഭവം ഞാൻ അവസരം കൊടുത്തില്ല. ഞാൻ ആരോടും ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പോവുകയെ ഇതിൻ്റെ കാര്യങ്ങൾ പറയാം ഏറ്റവും അടുത്ത ആൾക്കാരല്ലാണ്ട് വേറെ ആരോടും പറഞ്ഞിട്ടില്ല. യാത്ര പോകുമ്പോൾ ഞാൻ പോകും, ആരെങ്കിലും നമ്മുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും നീ വരുന്നുണ്ടോ എന്ന് ചോദിച്ച് വിളിക്കും. അവർ വരാൻ പറ്റുന്ന ആൾക്കാർ നമ്മുടെ കൂടെ വരും, തിരിച്ചു വരും. അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം നടന്നത്, അതായത് ആ 2006 വരെ ലാലു തന്നെയായിരുന്നു കൂടുതൽ. ഞങ്ങൾ ഒരുമിച്ച് തിരുച്ചെന്തൂർ പോയ യാത്രയിലൊക്കെ ഉണ്ടായിരുന്നു. 2006 സെന്തിലിനെ എനിക്ക് പരിചയപ്പെടുന്നത് പഴനിയിൽ. അതിൽ ഈ പ്രവേട്ടനാണ് എന്നെ സെന്തിലിനെ പരിചയപ്പെടുത്തുന്നത്. ഒരു 10 കൊല്ലം പിന്നെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അപ്പോൾ എനിക്ക് എന്തെങ്കിലും മെസ്സേജ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ സെന്തിലിനെയാണ് വിളിക്കുക. സെന്തിൽ ഇങ്ങനെ സ്വപ്നം കണ്ടുണ്ട്, ഇങ്ങനെ ഒരു മലയുണ്ട്, ഇങ്ങനെ അടയാളങ്ങളുണ്ട്, എവിടെയാണ് നിനക്ക് അറിയുമായിരിക്കും. സെന്തിലിന് അറിയുണ്ടാവില്ല. പക്ഷെ സെന്തിലിന് ഇവിടെ കടകളാണ്, അന്നുകൊണ്ട് ഇന്നുണ്ട്. സെന്തിൽ ഇപ്പോൾ ഒക്കെ വളർന്നു എന്താ പറയുക, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ആ ലെവലിലാണ് നിൽക്കണത്. അന്ന് സാധാരണ നമ്മുടെ കൂടെ അവനായിരുന്നു. അപ്പോൾ അവൻ വിളിക്കുമ്പോൾ പഴനി അടിവാരത്ത് തന്നെയാണ് ആളുടെ വീട്. അപ്പോൾ പഴനിയിൽ കുറേ സുഹൃത്തുക്കളുണ്ട് ആൾക്ക്. അപ്പോൾ ആ സമയത്ത് ആളുടെ കടയിലേക്ക് ആരെങ്കിലും സാധനങ്ങൾ വാങ്ങാൻ വരും. അടിവാരത്ത് തന്നെ കട, പഴനിയുടെ പലരുടെ അടുത്ത്. അപ്പോൾ സംസാരിക്കുമ്പോൾ അവർ എന്തൊരു സ്പിരിച്വൽ ആളാണ്, വന്ന ആളൊരു സ്പിരിച്വൽ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അത്തരം ചർച്ചകൾ വരും. ചർച്ചകൾ വരുമ്പോൾ പെട്ടെന്ന് ഞാൻ പറഞ്ഞ അടയാളങ്ങളിലോ മലകളിലെ കാര്യങ്ങളോ ആളുകൾ സംസാരിക്കും. അപ്പോൾ സെന്തിൽ തന്നെ ഫോൺ വിളിക്കും, ജി ഒന്ന് എന്താണ് പറഞ്ഞ അതൊന്നും കൂടി പറയും അടയാളം. ഞാൻ ഈ അടയാളങ്ങൾ പറയും. സെന്തിൽ മുമ്പിലിരിക്കുന്ന അയാളോട് ചോദിക്കും. അയാൾ പറയും അതൊന്ന് ഇതൊക്കെ ഉണ്ട്. അപ്പോൾ എവിടെ സ്ഥലം, ഇന്ന സ്ഥലം. അടുത്ത ഞാൻ സെന്തിൽ നമുക്ക് പോവല്ലായിരിക്കും. സെന്തിൽ റെഡി, ഞങ്ങൾ പോവും. അത് ബസ് കയറിയിട്ടാണ് പോണത്. ബസ് കയറി പോയി സേലത്തൊക്കെ പോയി രാത്രി ഇരുന്ന് അടുത്ത ബസ് കയറി അങ്ങനെയൊക്കെ ഒരു ജാതി ഭയങ്കര യാത്രകളായിരുന്നു. ഒരു 100-150 രൂപയുടെ റൂമിൽ താമസിച്ച് അങ്ങനെ ഒരു യാത്ര. സെന്തിൽ വന്നതോടുകൂടിയിട്ട് എനിക്കിത് വേറെ ആരോടും പറയേണ്ട വന്നില്ല. കാരണം എനിക്ക് ആവശ്യം യാത്രകളായിരുന്നു. ഭവൻ സഹിച്ചിട്ട് ഭവൻ്റെ ഡയറക്ഷനിൽ ഇത് പുറത്ത് പറയരുത് എന്നായിരുന്നു. അപ്പോൾ എനിക്ക് ആവശ്യം ഒരു യാത്രയുടെ കൂട്ടാണ്. ഏറ്റവും അതിൽ തീവ്രമായിട്ട് എന്നോട് കൂടെ നിൽക്കാനുള്ള ഒരാളെയാണ് ഭഗവാനെ കൂട്ടിച്ചേർത്തത്. അതാണ് സെന്തിൽ. അപ്പോൾ എനിക്ക് വേറെ ആരോടും പറയണ്ട, സെന്തിലിനോട് പറഞ്ഞാൽ മതി. സെന്തിൽ വരാൻ തയ്യാറാണ്. അവിടെ ആ ഒരു വിഷയമില്ല. കാരണം ഇവിടെ ഇതെന്തിനെന്നുള്ളൊരു ചോദ്യം എനിക്കില്ല. എൻ്റെ ലക്ഷ്യം ഇതൊക്കെ ഞാൻ ചെയ്യണ്ടേ, ഭവന എന്താ സിനിമയുടെ കാര്യം ശരിയാക്കി തരാം. അപ്പോൾ സിനിമയുടെ കാര്യം ഞാൻ എല്ലാവരോടും പറയുന്നുള്ളൂ, ഈ കാര്യം പറയുന്നില്ല. ഈ കാര്യം എൻ്റെ യാത്രകളിലൂടെ ഭഗവാൻ ആരോടും പറയരുത് ഡയറക്ഷൻ ഉള്ളതുകൊണ്ടും എനിക്കിതിന് പറ്റിയൊരു കൂട്ട് ഭഗവാൻ കൊണ്ടു തന്നുകൊണ്ടും എനിക്ക് അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഞാനും സെന്തിലും കൂടി ഇങ്ങനെ യാത്ര തുടർച്ചയായിട്ട് 10 കൊല്ലം ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്തു. അതൊരു വല്ലാത്ത യാത്രയായിരുന്നു കേട്ടോ. ഒരുപാട് കാടും മലകളും ഇതൊക്കെ കയറിപ്പോയിട്ടുള്ളൊരു യാത്രയായിരുന്നു അത്. അപ്പോൾ ആ ഒരു മൂവ്മെൻ്റ് അവിടെ നടന്നുകൊണ്ടും ആ ഒരു സൗഹൃദം അവിടെ കിട്ടിയത് കൊണ്ടും നമ്മൾ മറ്റേ ചർച്ചകൾക്ക് പോകണില്ല. ഓഫീസിൽ ഞാൻ അന്നും ഇന്നും ഇതിനെക്കുറിച്ച് സംസാരിക്കാറില്ല. ഞാൻ ഓഫീസിലത്തെ കാര്യങ്ങൾ മാത്രമേ സംസാരിക്കാറുള്ളൂ. അപ്പോൾ അവിടെ ഈ വിഷയം ഇല്ല, സംസാരിക്കേണ്ട വരുന്നില്ല. കാരണം ഞങ്ങൾ അവിടുത്തെ കാര്യം കറക്റ്റാണ്. അന്നും ഇന്നും ഓഫീസിലത്തെ വർക്ക് കറക്റ്റാണ്. ഞാനൊരു വർക്ക് പെൻഡിങ് എന്ന് വെച്ചിട്ടുള്ളൊരു സംഭവം ഉണ്ടല്ലോ. കഴിഞ്ഞ 6 മാസം മുമ്പ് വരെ ഞാൻ ഓഫീസിൻ്റെ ഹെഡായിരുന്നു. അപ്പോൾ ഏറ്റവും നല്ല പെർഫോമൻസ് ഉള്ള ഓഫീസിൽ 1-2 സ്ഥാനത്ത് എൻ്റെ ഓഫീസുണ്ട്. അപ്പോൾ എനിക്ക് അവിടെ അതിനെക്കുറിച്ച് ചർച്ച വരുന്നില്ല. കാരണം അവിടെ വർക്ക് ഞാൻ കറക്റ്റാണ്. അപ്പോൾ ഇനിയിപ്പോൾ 1-ാം തീയതി തൊട്ട് വീണ്ടും ഓഫീസ് ഹെഡാവാൻ പോവുക. അപ്പോഴും വർക്ക് ഞാൻ എക്സ്ട്രാ എഫർട്ട് ഇട്ടിട്ട് അതിൻ്റെ മുമ്പിലേക്ക് എത്തുമ്പോൾ പെർഫോമൻസിൽ എപ്പോഴും 1-2 സ്ഥാനത്ത് നമ്മൾ നിൽക്കുമ്പോൾ പിന്നെ നമുക്ക് ആ വിഷയം വരുന്നില്ല, നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. പക്ഷെ ഇവിടെ തിരിച്ച് നമ്മൾ നാട്ടിലാണെങ്കിൽ സാധാരണ കളിക്കാൻ പോകണു. അന്നത്തെ കാലത്ത് കേട്ടാ ക്രിക്കറ്റോ ഫുട്ബോളോ കളിക്കാൻ പോകണു, സിനിമയ്ക്ക് പോകണു, കൂട്ടുകാരുടെ ഒപ്പം ക്ലബ്ബിൽ വന്നിരിക്കണു. ഞങ്ങൾ YBC ക്ലബ്ബുണ്ട്. ഞങ്ങൾ ആ ചെറുപ്പം മുതൽ ആ ക്ലബിൻ്റെ ഉള്ളിൽ കളിച്ച് വളർന്ന് ഉറങ്ങിയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവിടെ ഒന്ന് കൂട്ടം കൂടി ഇരിക്കണു, വർത്തമാനം പറയാം. അപ്പോൾ ഇവിടെ ഒന്നും ഈ സംസാരം ഇല്ലാത്തതോടുകൂടി അത്ര ഒരു ചർച്ചകൾക്ക് സാധ്യത ഇല്ലാണ്ടേ. പക്ഷെ എൻ്റെ യാത്ര സൈഡിൽ കൂടെ അനുസ്യൂതം നടക്കണമുണ്ട്. അതിലൊരു കാരണം സെന്തിലിൻ്റെ സുഹൃത്താണ്, ലാലുവിനെ പോലത്തെ ഒരാളുടെ സപ്പോർട്ടുമാണ്. അവിടെ ആ ഒരു ബന്ധങ്ങൾ നമുക്ക് തീർച്ചയായും പറഞ്ഞു തന്നെ പോകണം. അവിടെ എനിക്ക് കിട്ടിയൊരു വലിയൊരു ഭാഗ്യമായിട്ട് തന്നെയാണ് കാണുന്നത്. അതുപോലെ രജിജി, LMRKയുടെ ഈ ആത്മീയ പ്രയാണത്തിൽ ഒരുപാട് സുഹൃത്തുക്കൾ ഈ LMRKയിലേക്ക് രജിജിയോടൊപ്പം ആത്മീയ ദൗത്യം നിർവഹിക്കാൻ വരുന്നു. പിന്നീട് അവർ പോകുന്നു. അങ്ങനെ പുതിയ ചില ആളുകൾ കടന്നു വരുന്നു.
ചിലർ പോകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് രജിജി. അതേപ്പറ്റി ഒന്ന് പറയാമോ? ശരിക്കും ഭഗവാന്റെ ഡയറക്ഷൻ തന്നെ അങ്ങനെയാണ്. ഒരു കപ്പലാണ്, കപ്പലിലെ ക്യാപ്റ്റനാണ് ഞാൻ. അപ്പോൾ കപ്പൽ പോർട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്യണം, ഒരുപാട് പേര് കയറും നമ്മുടെ ഈ ദൗത്യത്തിന്. വേറൊരു പോർട്ടിലെത്തുമ്പോൾ കുറച്ച് പേര് ഇറങ്ങും, കുറേ പേര് വീണ്ടും കയറും. അപ്പോൾ അവരുടെ ആ ഇറങ്ങുന്ന ആൾക്കാരുടെ ദൗത്യം കഴിഞ്ഞു. അവർക്ക് പിന്നെ അതിലൊന്നും ചെയ്യാൻ ഇല്ല, അതുകൊണ്ട് അവർ ഇറങ്ങി പോകണം. പക്ഷെ വേറെ ആൾക്കാർക്ക് ദൗത്യമുള്ളവർ വേറെ ആൾക്കാർ കയറും, അവരൊപ്പം നിന്ന് സഹായിക്കും. അടുത്ത പോർട്ടിലെത്തുമ്പോൾ അവർ കുറച്ച് പേര് ഇറങ്ങും, അവരുടെ ദൗത്യം കഴിഞ്ഞു. പിന്നെ അവരെ വിളിച്ചിട്ട് കാര്യമില്ല, അവർക്ക് വരാൻ പറ്റില്ല. അവർക്ക് ഒരിക്കലും എങ്ങനെ വിചാരിച്ചാലും അവർക്ക് തിരിച്ചു വന്നൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ് ഭാഗം. പക്ഷെ കപ്പൽ പോയിക്കൊണ്ടേയിരിക്കും. അത് ക്യാപ്റ്റനായിട്ട് ഞാൻ നിൽക്കുക, അതാണ് അവരുടെ ഡയറക്ഷൻ. ഇംഗ്ലണ്ടിൽ, യൂറോപ്പിൽ ഒരു വിഗ്രഹം പ്രതിഷ്ഠിക്കണം മുരുകൻ്റെ. അതങ്ങനെ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ 100 തിയറിയായിട്ട് പലരും രംഗത്ത് ഇറങ്ങും.